മക്കളെ വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് കുട്ടികൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് വെക്റ്റേഴ്സ്. ഞാൻ ഒരു വീഡിയോയിൽ അത് പറയുന്നുണ്ട് വെക്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ കുറച്ച് കുട്ടികൾ സാറേ ആ ഒരു ക്വസ്റ്റ്യൻസ് വെക്റ്റേഴ്സിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെക്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് +1 ഫിസിക്സ് ഈ വരുന്ന പബ്ലിക് എക്സാമിന് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസ് ആണ് ഞാൻ ഒരു വീഡിയോ ത്രൂ ഔട്ടായിട്ട് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഫുൾ വീഡിയോ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പോസ് ചെയ്ത് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വേണ്ട കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഡിഫറെൻറ്റ് ടൈപ്സ് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കൂട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്ന് കാര്യങ്ങൾ ഇത് എഴുതിയിട്ട് തന്നെ കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെക്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം മക്കളെ. ഒരു രണ്ട് വെക്റ്റർ, അതായത് നമ്മൾ എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ, അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. എ വെക്റ്റർ ക്രോസ് ബി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡും എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്ററും ഈക്വൽ ആകണം എങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അതായത് മോഡുലസ് ഓഫ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്ററിന് ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ? ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ് ആൻസർ വരുന്നത്. ബട്ട് ഞാൻ അതിന് ആൻസർ മാത്രം എന്തുകൊണ്ട് 45 വന്നു എന്ന് വെറുതെ 45 എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നില്ല. വൈ, എന്തുകൊണ്ടാണ് 45 ഡിഗ്രി ആൻസർ വന്നത് അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വെൽ പ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ടോപ്പിക് നന്നായിട്ട് റിവൈസ് ചെയ്യും. NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം ആരാണ് എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ എന്ന് അറിയണം. അപ്പോൾ നോട്ട് ചെയ്ത് നിങ്ങൾ കൂടെ വരാം കേട്ടോ. ഓക്കെ, കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം മക്കളെ. അപ്പോൾ അങ്ങനെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ പബ്ലിക് എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിക്കുന്നതിന് തടസ്സം, A+ന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ മോഡുലസ് എ വെക്റ്റർ മോഡുലസ് ബി വെക്റ്റർ. അത് നമുക്ക് AB എന്ന് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. AB സൈൻ തീറ്റ, അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് വെക്റ്റർ ഉണ്ടാവും, അതാണ് n ക്യാപ്പ്. ഇതാണ് എ ക്രോസ് ബി. ഇതിനെ മാഗ്നിറ്റ്യൂഡാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. മാഗ്നിറ്റ്യൂഡേ ചോദിക്കുള്ളൂ, കാരണം ഡയറക്ഷൻ വെച്ചിട്ട് എ ഡോട്ട് ബിയിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സ്കേലാർ പ്രോഡക്റ്റ് ഇക്വേറ്റ് ചെയ്യുന്ന പറയൂല. അപ്പോൾ മോഡുലസ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? AB സൈൻ തീറ്റ മാത്രമേ ഉണ്ടാവും. അതായത് ഏത് വേണ്ട എന്ന് യൂണിറ്റ് വെക്റ്ററിനെ കുറിച്ച് അവിടെ പറയേണ്ട. ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് ഇവൻ എ ക്രോസ് ബി ആണ്, അതൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് പ്രോബ്ലത്തിന് അത് വേണ്ട. നമ്മൾക്ക് വേണ്ടത് ദിസ് വൺ ആണ്. പിന്നെ പറഞ്ഞത് എന്താണ്? എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ, അതായത് എ വെക്റ്ററിൻ്റെയും ബി വെക്റ്ററിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ. അപ്പോൾ നമുക്ക് ആ ടോപ്പിക് റിവൈസ് ചെയ്യാം. സ്കേലാർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ് എന്താ? എ ഇൻറ്റു ബി ഇൻറ്റു, അതായത് മോഡുലസ് എ വെക്റ്റർ ഇൻറ്റു മോഡുലസ് ബി വെക്റ്റർ ഇൻറ്റു കോസ് തീറ്റയാണ്. മോഡുലസ് ആണ്, അതിനെ AB കോസ് തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് രണ്ടാളും കൂടി ഇക്വേറ്റ് ചെയ്യലേ വേണ്ടു. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്? മുകൾ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇവർ രണ്ടാളും ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ എന്നല്ലേ. അപ്പോൾ നമുക്ക് ഇവർ രണ്ടാളും കൂടി ഇക്വേറ്റ് ചെയ്ത് അതായിക്കൂടെ ഇവർ രണ്ടാളും ഇക്വേറ്റ് ചെയ്ത്, അതായത് ഇവർ രണ്ടാളും ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പോൾ അവർ ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് എന്താ? ഈ RHSകൾ ഈക്വൽ അല്ല. ഇവിടെ നിന്ന് തീർക്കട്ടെ. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാളും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എയും ക്യാൻസൽ ചെയ്ത് എന്ത് ഡൗട്ടാണ് നിങ്ങൾ ചോദിച്ചോട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഷുവർ. ഞാൻ പറയാം ഡയലോഗ് അല്ല, എന്നെ കൊണ്ട് പറ്റുന്നതാണ് എന്തായാലും ചെയ്തു തരും. ഓക്കെ, B ക്യാൻസൽ ചെയ്താൽ അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയാണ് വരിക അല്ലേ. അപ്പോൾ LHSൽ ബാക്കി ആരുണ്ടാവൂടാ? സൈൻ തീറ്റ ഉണ്ടാകും. ഇതേസമയം RHSലാണെങ്കിൽ ആരുണ്ടാകൂടാ? കോസ് തീറ്റ ഉണ്ടാകും. ടച്ച് ഡിസ്പ്ലേ ചെറിയൊരു സീനുണ്ട്. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ആണെങ്കിൽ എപ്പോഴാണ് സൈനും കോസും ഈക്വൽ ആവുക? തീറ്റാസ് ഈക്വൽ ടു 45 ഡിഗ്രിയിലാണ്. ക്ലിയർ ആണ്? ഇതാണ് ആ ക്വസ്റ്റ്യൻ. നോർമലി ചോദിക്കുക ആംഗിൾ ആണ്. നമ്മളതിൻ്റെ പ്രൂഫ് കൂടി പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണ്? ഈ ഒരു മോഡലാണ് ആദ്യം നിങ്ങളെ വെക്റ്ററുമായിട്ട് ബന്ധപ്പെടുന്നത്. പോസ് ചെയ്ത് വന്നാൽ മതി കേട്ടോ. ഓക്കെ, ആ ഒരു മോഡൽ പഠിച്ചല്ലോ. ഇനി വേറൊരു മോഡൽ എന്താ അറിയോ? വേറൊരു മോഡൽ നമ്മൾ നോർമലി ഇപ്പോൾ ലാസ്റ്റ് എക്സാമിന് വന്ന വേറൊരു ടൈപ്പാണ്. അതായത് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡും എ വെക്റ്റർ പ്ലസ് ബി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് വെക്റ്റർ എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ ചെയ്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ? മസ്റ്റ് സ്റ്റഡി സാധനമാണ്. എന്നൊക്കെ നിങ്ങൾ പ്രീവിയസ് എടുത്ത് കാണുകയും ചെയ്യില്ല, ബട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. കാരണം ഇപ്രാവശ്യം വന്നത് ഓർമ്മയുണ്ടോ? മോഡൽ എക്സാമിനല്ലേ വന്നത്? എ വെക്റ്റർ പ്ലസ് ബി വെക്റ്ററും എ വെക്റ്റർ മൈനസ് ബി വെക്റ്ററും ഈക്വൽ ആവും എപ്പോഴെങ്കിലും? ഒരിക്കലും ഈക്വൽ ആവില്ല. കാരണം എന്താ? അതിൻ്റെ ഡയറക്ഷൻ ഡിഫറൻറ്റ്. എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ഇങ്ങോട്ടേക്കാണെങ്കിൽ എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ ഇങ്ങോട്ട്. മാഗ്നിറ്റ്യൂഡ് മേ ബി ഈക്വൽ ആയേക്കാം, മേ ബി നല്ല മാഗ്നിറ്റ്യൂഡ്
മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകും. അതാണ് ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ലാതെ എ വെക്ടർ പ്ലസ് ബി വെക്ടറും എ വെക്ടർ മൈനസ് ബി വെക്ടറും വെറുതെ ഈക്വൽ ആവില്ല, മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആവും. ഓക്കെ, അതുതന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അവർ ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ഇത് എ വെക്ടറും ബി വെക്ടറും എത്ര ആംഗിളിൽ വെച്ചാലാണ് അവർ ഈക്വൽ ആവുക? ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 120 ഡിഗ്രിയാണ് ആൻസർ വരിക. ഓക്കെ, സോറി 120 അല്ലല്ലോ. എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഈക്വൽ എ വെക്ടർ, സോറി 90 ഡിഗ്രി കേട്ടോ ആൻസർ വരിക. നമുക്ക് സീനില്ല, നമ്മൾ എന്തായാലും ഡിറ പ്രൂവ് ചെയ്യുമല്ലോ. ആൻസർ 90 ആദ്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആൻസർ 90 ഡിഗ്രിയാണ്. നമുക്ക് നോക്കാം 90 ആണോ അല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് വേണം? വാട്ട് ഈസ് മോഡുലസ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ? മോഡുലസ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ ആണ് നമ്മൾ റിസൾട്ടൻ്റ് നമ്മൾ ഇതിൽ പാരലലോഗ്രാമിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഫോണ്ട് സൈസ് കുറക്കണ്ടല്ലോ. ഓക്കെ, മാറ്റി എഴുതി അങ്ങനെ ചെയ്തുതരാം, അല്ലെങ്കിൽ നന്ന സൈസ് കുറയും. ഓക്കെ, 2ab കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മോഡുലസ് എ വെക്ടർ മൈനസ് ബി വെക്ടർ ഈക്വൽ ടു, അതിനെ ഇക്വേറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ്, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, ഡയറക്ഷൻ അല്ല, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അങ്ങനെ തന്നെ ഉണ്ടാകും. പ്ലസ് 2ab കോസ് തീറ്റ മാറിയിട്ട് മൈനസ് 2ab കോസ് തീറ്റ വരും. അപ്പോൾ ഇവർ ഇക്വേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് മെല്ലെ വരാം. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്ത് റൂട്ട് ഉണ്ട്, രണ്ട് ഭാഗത്ത് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കാന്ന് പറഞ്ഞാൽ മീൻസ് രണ്ട് ഭാഗത്ത് സ്ക്വയേഴ്സ് എടുത്തു, സ്ക്വയർ ചെയ്തു, രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് പോയി. പിന്നെ എന്ത് പോയി? ഇതാ ഈ എ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ബി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി, എയും ക്യാൻസൽ ചെയ്ത് പോയി, ബിയും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ആരാണ് LHSൽ റൂട്ടൊക്കെ ക്യാൻസൽ ചെയ്ത് പോയത്? സ്ക്വയർ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ LHSൽ കോസ് തീറ്റ ബാക്കി. RHSലാണെങ്കിലോ ഞാൻ ആ സ്റ്റെപ്പും കൂടി ഡയറക്റ്റ് ഒരു സ്റ്റെപ്പും കൂടി കൂട്ടുന്നേ ഉള്ളൂ കേട്ടോ, കാരണം പെട്ടെന്ന് കുറേ ആൾക്ക് ബേസിക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ മൈനസ് കോസ് തീറ്റനെ LHSലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ LHSലേക്ക് വന്നപ്പോൾ പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ആര് വരും? 0 എന്ന് വരും. അപ്പോൾ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ദാറ്റ് ഈസ് 2 കോസ് തീറ്റ. ബേസ് എല്ലാം എഴുതുകയാണ് 2 കോസ് തീറ്റ. ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാം, ബട്ട് കുറേ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂടാ, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവണം, അതാണ് ഉദ്ദേശം. വെറുതെ അങ്ങനെ ചെയ്ത് പോകാൻ താല്പര്യമില്ല. അവന് ചെയ്യുന്ന ഒരു 10-200 ആളാണ്, അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവണം. അപ്പോൾ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് തീറ്റ ഈക്വൽ 0. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ എന്ന് കുറേ ആൾക്ക് പെട്ടെന്ന് ബേസിക് മാത്സ് ഒന്നും കുറേ സെറ്റല്ല, കുറേ കൊറോണ എന്തെല്ലോ ആയിട്ട് കുറേ പോയിട്ടുണ്ട്. കാരണം ന്യൂമറിക്കൽസ് കുറേ സീനാണ് കുട്ടികൾ, അതുകൊണ്ടാണ് ബേസ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഈ 2നെ LHSലേക്ക് എടുത്താൽ എന്ത് വരും? ഡിവൈഡഡ് ബൈ 2 അല്ലെ? ക്ലിയർ അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിച്ചോട്ടോ. അപ്പോൾ 0/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ക്ലിയർ ആണോ? അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് ഞാൻ എത്തിച്ചിട്ടുണ്ട്. കോസ് തീറ്റ 0 ആവണമെങ്കിൽ ആ സ്റ്റെപ്പും കൂടെ എഴുതണം, അതും എഴുതാൽ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു ആരാ? കോസ് അപ്പുറത്തേക്ക് പോയി, ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് 0. അതായത് കോസിൻ്റെ വാല്യൂ എപ്പോഴാണ് 0? ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അല്ലേ? കാരണം എന്താണ്? കോസ് 90ൻ്റെ വാല്യൂ അല്ലടാ 0 എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോസ് 90 ഡിഗ്രി ഈക്വൽ ടു 0 ആണ് നമുക്കറിയാം. ആ ബേസ് അറിയാത്തവർക്ക് അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് മോഡുലസ് എ വെക്ടർ പ്ലസ് ബി വെക്ടറും മോഡുലസ് എ വെക്ടർ മൈനസ് ബി വെക്ടറും ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ? 90 ഡിഗ്രിയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആ രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യൂണിറ്റ് വെക്ടറൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ മക്കളെ, സീനൊന്നുമില്ലല്ലോ. അത് വളരെ ബേസല്ലേ. എ വെക്ടർ എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് എ വെക്ടർ. അതൊക്കെ പഠിച്ചെടുക്കണേ. മോഷൻ പ്ലെയിനിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇഫ് 2 വെക്ടേഴ്സ് ആൻഡ് ദെയർ റിസൾട്ടൻ്റ് ആർ ദ സെയിം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ്. അതിന് എളുപ്പത്തിൽ പറഞ്ഞു തരികയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അനുസരിച്ച് ഒന്ന് കേട്ട് നോട്ട് ചെയ്യണോടാ. ഓക്കെ, അതായത് മോഡുലസ് എ വെക്ടർ, അതായത് എ വെക്ടറിനെ മാഗ്നിറ്റ്യൂഡും നമ്മുടെ രണ്ടാമത്തെ വെക്ടറിനെ ബി വെക്ടർ എന്ന് വിളിക്കാം, അവൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ് എന്ന് മാത്രമല്ല ഇവരുടെ റിസൾട്ടൻ്റ് വെക്ടർ, അതായത് ഇവർ രണ്ടാളും സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ. അപ്പോൾ മൂന്നാമത്തെ ഒരു മോഡൽ. ഓക്കെ, അതിൻ്റെ സെൻറ്റൻസ് ആയിട്ട് എക്സാം അതും കൂടി അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ചോദിക്കാറ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. If magnitude of
magnitude of two vectors and their resultant are the same, what is the angle between the two vectors എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് 120 ഡിഗ്രി വരിക. ഇത് ഞാനൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. വലിയ പ്രൂഫൊന്നും ചോദിക്കാറില്ല, ബട്ട് നമുക്ക് പ്രൂഫ് തന്നെ ഒന്ന് ചെയ്യാം. എന്താണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെക്റ്റർ? ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നല്ലേ നമ്മുടെ ആറിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നത് എ വെക്റ്ററും ബി വെക്റ്ററും അതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാണ്, എളുപ്പത്തിൽ നമുക്ക് എ ഈക്വൽ ടു ബി ഈക്വൽ ടു ആർ എന്ന് വിളിക്കാം. അത് ആർ അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഒരു കാര്യം ചെയ്യാം, ആർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. റൂട്ട് ഓഫ് എ സ്ക്വയർ, എനെ വരെ എന്ത് വിളിക്കാം? ആർ എന്ന് വിളിച്ചുകൂടെ, മാഗ്നിറ്റ്യൂഡുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ബി സ്ക്വയറിന് എന്ത് വിളിക്കാം? ആറിൻ്റെ സ്ക്വയർ എന്ന് വിളിച്ചുകൂടെ, പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. അപ്പോൾ 2 ഇൻറ്റു, മനസ്സിലായ, ഈ എനും ബീനും പകരം ഞാൻ ആറെന്ന് കൊടുത്തു. അപ്പോൾ 6 ഇൻറ്റു 6 ആരാണ്? 6 സ്ക്വയർ, പിന്നെ കോസ് തീറ്റ എന്ന് വരും. ക്ലിയർ ആയല്ലോ. പിന്നെ സോളിഡ്സ് അങ്ങോട്ടേക്കുള്ള പ്രോബ്ലംസ് ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ സോളിഡ്സിൻ്റെ ഫ്ലൂയിഡ്സൊക്കെ അടുത്ത് ചെയ്തു തരാം ടൈം കിട്ടുന്നതനുസരിച്ച്. അപ്പോൾ റൂട്ട് കളയാൻ വേണ്ടി ഞാൻ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യാണ്? സ്ക്വയർ ചെയ്യാണ്. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്തു. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരൂടാ? 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇപ്പുറത്ത് ആരേ ഉണ്ടാവുള്ളൂ? ഈ റൂട്ട് പോയി, ഒരു സ്റ്റെപ്പും കൂടി അതിൻ്റെ കൂടെ എഴുതട്ടെ. ഏത് സ്റ്റെപ്പും ചോദിച്ചാൽ ഈ ആർ സ്ക്വയറും കൂട്ടിയാൽ എത്രയാണ്? 2r സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. സീനൊന്നുമില്ലല്ലോ. എന്ത് ഡൗട്ടാണ് ചോദിച്ചോ? 2r സ്ക്വയർ പ്ലസ് 2r സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. ഈ ആർ സ്ക്വയറും ഇപ്പോൾ ഒരു കാര്യം കട്ട് ചെയ്യാനായിട്ടില്ല, ഒരു കാര്യം ചെയ്യുക. കാരണം അപ്പുറത്ത് 2r സ്ക്വയർ കട്ട് മീൻസ് 2r സ്ക്വയർ അപ്പുറത്ത് കോമൺ ഉണ്ടല്ലോ. ഓക്കെ, എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പറയണേ, ലൈവായിട്ട് അപ്പോൾ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെയും 2r സ്ക്വയർ ഇപ്പുറത്തും 2r സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, 2r സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തുകൂടെ, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 പ്ലസ്, അതായത് ഇവിടെ ബാക്കി 1 ഉള്ളൂ, ഇപ്പുറത്ത് ബാക്കിയാണ് കോസ് തീറ്റ. അപ്പോൾ 1 പ്ലസ് കോസ് തീറ്റ വിത്തിൻ ബ്രാക്കറ്റ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഈ ആർ സ്ക്വയറും കട്ട് ചെയ്യും. അപ്പോൾ ആർ സ്ക്വയറും ക്യാൻസൽ ആകുന്നു. ദെൻ ഓക്കെ, എന്നിട്ട് തീറ്റയാണ് നമുക്ക് ബാക്കി സിംപ്ലിഫിക്കേഷൻ മാത്സ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആർ സ്ക്വയർ കട്ട് ചെയ്താൽ ഇവിടെ ബാക്കി 1 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് വരും അല്ലേ. ഈ 2നെ LHSലേക്ക് എടുത്താൽ 1/2 ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇംപ്ലൈസ്, മുകളിലേക്ക് എഴുതാം. ഒറ്റ മിനിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 LHSലേക്ക് എടുത്താൽ എന്ത് വരും? 1/2 മൈനസ് 1 ഇസ് ഈക്വൽ. ക്ലിയർ അല്ല? ഈ 1 LHSലേക്ക് വന്നപ്പോൾ -1 ആയി. അപ്പോൾ RHSൽ ബാക്കി ആര്? കോസ് തീറ്റ. എല്ലാ സ്റ്റെപ്പ് എഴുതുന്നുണ്ട്. 1/2 -1 എന്ന് പറഞ്ഞാൽ എന്താ? -1/2. അപ്പോൾ -1/2 ഇസ് ഈക്വൽ ടു ആരാണ്? കോസ് തീറ്റയാണ്. ക്ലിയർ ആണോ? അപ്പോൾ -1/2 ഈക്വൽ ടു കോസ് തീറ്റ ആണെങ്കിൽ എനിക്ക് തീറ്റയല്ലേ വേണ്ട. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ആരാ വരിക? കോസ് ഇൻവേഴ്സ്. കോസിനപ്പുറത്തേക്ക് എടുത്തേ. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. അതിന് മീനിങ് എന്താ? കോസ് ഏത് ആംഗിളിലാണ്? -1/2, നോട്ട് 1/2. 1/2 ആണെങ്കിൽ നമ്മൾ 60 ഡിഗ്രിയാണ്. -1/2 എപ്പോഴാണ് തരിക? 120 ഡിഗ്രിയിലാണ്. അതിന് മീനിങ് എന്താ? ഒരു എ വെക്റ്റർ ഇങ്ങനെയുണ്ട്, ബി വെക്റ്റർ ഇങ്ങനെയുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കണം? 120 ആണെങ്കിൽ ഇവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അവരുടെ റിസൾട്ടൻ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ, അതായത് ഈ മൂന്നാളുടെയും ഈ ലെങ്ത്തുകൾ സെയിം ആയിരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ഇഫ് the magnitude of two vectors and their resultant are the same, what is the angle between these two vectors? ആൻസർ 120 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ആ ഭാഗം ചെയ്തിട്ടുണ്ട്. എ വെക്റ്റർ പ്ലസ് ബി വെക്റ്ററിൻ്റെയും എ വെക്റ്റർ മൈനസ് ബി വെക്റ്ററിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആവുന്നത് ചെയ്തു. പിന്നെ ഈ ഒരു നമ്മൾ റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ കേസും കൂടി വന്നു. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ഈ ഒരു വീഡിയോയിൽ ഹോംവർക്ക് നിങ്ങളൊന്ന് ഞാൻ കമൻറ്റ് ചെയ്യട്ടോ. തൊട്ടുമ്പത്തേൽ ഗ്രാവിറ്റേഷൻ 4 ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസിനാണ് തന്നിട്ടുണ്ടായിരുന്നു. റൊട്ടേഷൻ ഒരാൾ പോലും അത് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഒന്ന് ഹോംവർക്ക് ഒന്ന് ചെയ്യാൻ പറ്റും, ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു യൂണിറ്റ് വെക്റ്ററിൻ്റെ കാരണം അതും അറിയാത്ത കുട്ടികളുണ്ടാവും, കാരണം അവർ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എ വെക്റ്റർ ഇസ് ഈക്വൽ ടു ഒരു ക്വസ്റ്റ്യൻ തരാം, 2i cap പ്ലസ്
3j മൈനസ് k ആണ് എന്നിനകത്ത് തരുന്നുണ്ട്. എന്നിട്ട് എന്താ വേണ്ടതെന്ന് അറിയാമോ നിങ്ങൾ? ഫൈൻഡ്, എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് വളരെ സിമ്പിൾ, വെക്റ്ററുമായി ബന്ധപ്പെട്ട് വേറൊന്നും നിങ്ങൾ നോക്കണ്ട. ഫൈൻഡ് എ ക്യാപ്പ് ഒന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ അറിയാത്ത കുട്ടികൾക്ക് ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പെട്ടെന്ന് തോന്നി അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് പെട്ടുപോയല്ല വിചാരിച്ചു, കാരണം വളരെ ബേസാണ്, ചിലപ്പോൾ ഇതായിരിക്കും വരിക. എ വെക്റ്റർ ഡിവൈഡഡ് ബൈ മോഡുലസ് എ വെക്റ്റർ. അതായത് എ വെക്റ്റർ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ എന്ത് മാത്രമേ കണ്ടുപിടിക്കണ്ടൂ? മോഡുലസ് എ വെക്റ്റർ കണ്ടുപിടിക്കാൻ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൂട്ട് ഓഫ്, ഓക്കെ അറിയില്ലേ, റൂട്ട് ഓഫ് AX² പ്ലസ് AY² പ്ലസ് AZ², സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ വെക്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള വെക്റ്ററിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മക്കളെ. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ന്യൂമറിക്കൽസ്, ബാക്കി എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ, അപ്പോൾ ഫ്രീ ആവുന്നതനുസരിച്ചാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലേ അത് മടുക്കും, സത്യം പറയാലോ. ഓക്കെ, അപ്പോൾ സോളിഡ്സിൻ്റെയും ഫ്ലൂയിഡ്സ് അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസിനെ ഒന്ന് സെറ്റാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പോസ് ചെയ്ത് ഒന്ന് കണ്ട് വന്നാൽ മതിയാകും. ഓക്കെ, അതുപോലെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.